പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ഈശോനാമത്തിൽ സന്തോഷത്തോടുകൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഈശോയെ കൂടുതൽ അറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, വചനം പങ്കിടുവാനായിട്ട് നമ്മളെല്ലാവരെയും ഈശോ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ സഹായവും മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയാണ് പരിശുദ്ധമ്മ. വചനം ഉദരത്തിൽ പേറിയവളും വചനത്തെ അറിഞ്ഞ് ജീവിച്ചവളുമാണ് പരിശുദ്ധമ്മ. ഹൃദയത്തിൽ സ്വീകരിച്ചവളാണ്. പരിശുദ്ധമ്മയെപ്പോലെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സഹായം തേടാം. കാരണം പരിശുദ്ധാത്മാവാണല്ലോ നമ്മൾക്ക് ബുദ്ധിക്ക് പ്രകാശവും കൂടുതൽ ആഴത്തിൽ വിചിന്തനം ചെയ്യാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, സംരക്ഷണവും അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കുന്നതിനായിട്ട് ഒരുങ്ങാം. അതിനു മുമ്പ് നമുക്കൊരു നിയോഗം വെക്കാം. ഇന്നത്തെ വചനം വായിച്ച് ധ്യാനിക്കും. പ്രതീക്ഷയറ്റ് ജീവിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിരാശയോടുകൂടിയൊക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അത് പക്ഷേ നിങ്ങൾ തന്നെയാണെങ്കിലും നിങ്ങളെ തന്നെ ഒന്ന് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുന്നത്. വചനം ശ്രദ്ധയോടുകൂടി കേൾക്കാം. ആ പട്ടണത്തിൽ ഒരു വിധവയും ന്യായാധിപനും ഉണ്ടായിരുന്നു. അവൾ അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പലതവണ ആവർത്തിച്ച് ഒക്കെ കേട്ടിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്
ഈ ന്യായാധിപൻ്റെയും വിധവയുടെയും യേശു പറഞ്ഞ ഈ ഒരു ഉപമ. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള നമ്മൾ ഈ ഒരു കാലഘട്ടത്ത് ചിന്തിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണെന്ന് പലപ്പോഴും ഈ വചനം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് നെവർ ഗീവ് അപ്പ്. നെവർ ഗീവ് അപ്പ് അല്ലേ? നമ്മൾ കുറേ തവണ ഫോണിലൊക്കെ കുറേ തവണ പറഞ്ഞു കേട്ടിട്ടുള്ള നെവർ ഗീവ് അപ്പ്, വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ അതിനെ തളർന്നു പോകരുതും, അതിനെ നേടിയെടുക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ. ആ നെവർ ഗീവ് അപ്പ് ഈ ഒരു വാക്യം മനസ്സിൽ കുറേ നാളായിട്ട് കിടന്നപ്പോൾ അതിനെ ഏത് വചനം വെച്ച് അതിനെ ബൈബിളിനോട് ചേർന്ന് ചിന്തിക്കണമെന്ന് തോന്നിയപ്പോൾ കിട്ടിയൊരു വചനമാണ് ഈ വിധവയുടെയും ന്യായാധിപൻ്റെ ഉപമ. ഇത് പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ വചനം മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം, നെവർ ഗീവ് അപ്പ്, വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതൊരു വാശിയും വൈരാഗ്യവും വെച്ച് പറയുന്നതല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് ഉണർവോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് കരുതിയത് കൊണ്ട് പറഞ്ഞതാണ്. ഈ വിധവയ്ക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് പ്രാതിനിധ്യം ഇല്ലായിരുന്നു. കുറവായിരുന്നു എന്നല്ല, ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ വിധവകൾക്ക് അതിനേക്കാളും മോശാവസ്ഥയായിരുന്നു. അവരുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടയപ്പെടും, എങ്ങും ജോലി ചെയ്യാൻ പറ്റില്ല, ഭിക്ഷയാചിച്ച് ജീവിക്കണം. അങ്ങനെ ഈ വിധവയുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴേക്കും ഈ വിധവയ്ക്ക് 2 തരത്തിൽ അവർക്ക് പ്രതികരിക്കാമായിരുന്നു, അല്ലെങ്കിൽ 2 സ്റ്റാൻഡ് അവർക്കെടുക്കാമായിരുന്നു, 2 നിലപാടുകളിലേക്ക് വരാമായിരുന്നു. 1 പ്രത്യാശ, 2 നിരാശ. ഇതാണ് ആ സ്ത്രീക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന 2 വാതിലുകൾ. 1 പ്രത്യാശ, 2 നിരാശ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച്, ഈ വിധവയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഈശോ കാണിച്ചു തന്നിരുന്ന നമ്മളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. 1 പ്രത്യാശയുടെ വഴി, 2 നിരാശയുടെ വഴി. ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. കുറച്ച് പള്ളികളിൽ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോഴേക്കും സങ്കടവും ബുദ്ധിമുട്ടുള്ള കുറേ പേരെയൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബസംബന്ധമായ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോഴേക്കും അവർക്ക് മാക്സിമം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് പ്രത്യാശ, ഹോപ്പ്. മറുവശത്ത് ഇങ്ങനെ പിശാച് അവരെ നിരാശയിലേക്ക് കൊണ്ട് തള്ളാനായിട്ട് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അലറുന്ന സിംഹത്തെ പോലെ പിശാച് കാത്തിരിക്കണേണ് അവരെ വിഴുങ്ങാനായിട്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാം, മറുവശത്ത് നിരാശയോടുകൂടി മുന്നോട്ട് പോകാം. അത് ഇവിടെയുള്ള സാധു വിധവയുടെ കാര്യം മാത്രമല്ല. 2026 ഒരു പുതുവർഷം തുടങ്ങി നമ്മൾ വചനം വായിച്ച് വിചിന്തനം ചെയ്യുമ്പോഴേക്കും നമ്മൾക്കും എടുക്കേണ്ടി വരുന്ന 2 നിലപാടുകളാണ് പ്രത്യാശ, നിരാശ. പലപ്പോഴും കണ്ടിട്ടുണ്ട് നിരാശയാൽ ജീവിതം നശിപ്പിച്ച് കളയുന്ന കുറേ പേരെ, വെറുതെ ടെൻഷൻ അടിച്ച് ആകുലപ്പെട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ കൺക്ലൂഷനിലേക്ക് വരികയാണ്. നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ വിധവ തിരഞ്ഞെടുത്തതുപോലെ പ്രത്യാശ നമുക്ക് നേട്ടവും നിരാശ നമുക്ക് കോട്ടവും നൽകും. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതിയാണ്
പ്രത്യാശ നമുക്ക് നേട്ടവും നിരാശ നമുക്ക് കോട്ടവും നൽകും. കോട്ടം നമ്മളെ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 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 ഫ്രണ്ടിനോട് സംസാരിക്കാനിടയായപ്പോൾ എനിക്ക് വളരെ വളരെ അവരെ അഭിനന്ദിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായി ആ ഒരു ചർച്ചയുടെ അവസാനം വന്ന് നിന്നു സംസാരത്തിൻ്റെ. കാരണം എത്ര പോസിറ്റീവായിട്ടാണ്, പ്രതീക്ഷയോടുകൂടിയാണ് അവർ കടന്നു പോകുന്ന വേദനയുടെ സാഹചര്യത്തെ അവർ മനസ്സിലാക്കി ഒരു തീരുമാനത്തിലേക്ക് വരും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെടുത്ത ഈ തീരുമാനത്തെ ഓർത്ത്, നിങ്ങളുടെ ഈ ചിന്താഗതി ഓർത്ത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് മുമ്പിൽ വാതിലുകളൊക്കെ തുറക്കപ്പെടുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നേരെ മറിച്ച് നിരാശയോടുകൂടി മുന്നോട്ട് പോയാൽ കോട്ടങ്ങൾ സംഭവിച്ച് നമ്മളുടെ മുമ്പിൽ വാതിലുകൾ കടക്കപ്പെട്ട് നിരാശയ്ക്ക് മുമ്പിൽ നിരാശയായി ജീവിതം ഒതുങ്ങി വളരെ നഷ്ടങ്ങൾ മാത്രമുണ്ടാവുന്ന ജീവിതത്തിൽ കടന്നു പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോഴേക്കും ഈ വിധവയെ പോലെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. അത് നമ്മൾക്ക് നേട്ടങ്ങൾ സമ്പാദിച്ചു തരും. അത് നമുക്ക് കുറേ വാതിലുകൾ ഇങ്ങനെ തുറന്നു തരും. അത് നമുക്ക് കുറേ സമാധാനവും സന്തോഷവും നൽകും. നേരെ മറിച്ച് നമ്മൾ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നഷ്ടക്കച്ചവടത്തിൻ്റെ കണക്കുകൾ മാത്രമേ നമുക്ക് പറയാനുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഈ വചനം വായിച്ച് ധ്യാനിച്ച് ഒരുങ്ങാം. വിധവയെ പോലെ നമുക്ക് 2 നിലപാടുകളാണ് സാധ്യതയായിട്ടുണ്ടാകുന്നത്. 1 പ്രത്യാശ, 2 നിരാശ. നമ്മൾ മുറുകെ പിടിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും പ്രത്യാശ മാത്രമാണ്. അത് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ തരികയുള്ളൂ. അത് നമുക്ക് സമാധാനം മാത്രമേ തരുകയുള്ളൂ. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗത്തിലെല്ലാ മാലാഖമാരോടും വിശുദ്ധന്മാരോടും വിശുദ്ധമാരോടും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ ഞങ്ങളുടെ നാമധാരികളായ വിശുദ്ധ അവരുടെ എല്ലാവരുടെയും സഹായം പ്രത്യേകമായിട്ട് തേടുകയാണ്. സ്വർഗത്തിലെല്ലാ നിവാസികളുടെയും മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പരിശുദ്ധമ്മ വിശുദ്ധ യൗസപിതാവിൻ്റെ ഒക്കെ സംരക്ഷണം ഉണ്ടാകട്ടെ. വളരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നിരാശ ഞങ്ങളെ ജീവിതത്തെ വലിയ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നേരെ മറിച്ച് പ്രത്യാശ ഞങ്ങൾക്ക് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകും എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ അതിനു വേണ്ടിയുള്ള വഴിയും നമുക്ക് വേണ്ടി ഒരുക്കി തരും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. അതിനനുസരിച്ച് ജീവിക്കാൻ ഈശോയെ ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുരളയണമേ. ആമേൻ.
സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നു ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാരോടും എല്ലാ മെത്രാന്മാരോടും വൈദ്യർ, സന്യാസികൾ, അൽമാരോടും ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ എല്ലാ ജീവിതചര്യകളിലും ഇറങ്ങി വന്ന് എല്ലാ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരൊക്കെ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഗുഡ്നസ് ടിവിയുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെയും നമുക്ക് പരസ്പരം വിദൂരങ്ങളിലാണെങ്കിൽ പോലും പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാം. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.